ഒരു രക്ഷയില്ലാടോ, അടിപൊളി വൈബാണ്. ഇറങ്ങാനൊക്കെ ഇച്ചിരി പാടുണ്ടെന്നേ ഉള്ളൂ. ഒന്ന് ഇറങ്ങാൻ പറ്റി. അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഓസം എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. ഹലോ ഗായ്സ്, അങ്ങനെ റിയാദ് അലീൻസ് നാട്ടിലെത്തിരിക്കുകയാണ്. ഇനി കുറച്ച് നാട്ടിലെ വിശേഷങ്ങളാവാം. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന അതിരപ്പള്ളി വാട്ടർഫോളിലേക്കാണ്. നിങ്ങളൊരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ഈ മൺസൂണിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ കൂടിയാണ് കേരളത്തിലെ ഫേമസും ലാർജസ്റ്റും ആയിട്ടുള്ള വാട്ടർഫോളായ അതിരപ്പള്ളിയിലേക്ക്. നമ്മുടെ വലത് സൈഡ് കാണുന്നതാണ് ഡ്രീം വേൾഡ്. ചാലക്കുടി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 32 കിലോമീറ്റർ അകലത്തിലാണ് ഈ അതിരപ്പള്ളി വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇവിടുത്തെ മുതൽ നമ്മൾ ഇനി ഫോറസ്റ്റിലേക്ക് കിടക്കണം കേട്ടോ. ആനിമൽസ് ക്രോസിംഗ് എന്നും എലിഫന്റ് സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബോർഡുകൾ നമുക്ക് അവിടെ ഇവിടെ കാണാൻ പറ്റും. ഈ റൂട്ടിലുള്ള യാത്രയ്ക്ക് ടൈം റെസ്ട്രിക്ഷൻസ് ഇല്ലെങ്കിൽ കൂടിയും രാത്രികാലങ്ങളിലുള്ള യാത്ര ഒഴിവാക്കുന്നതാണ് ഒരു കണക്കിന് നല്ല. ആനയുടെയും കാട്ടുമൃഗങ്ങളുടെയും എല്ലാം സാന്നിധ്യം ഇവിടെ ഉണ്ടാകാറുണ്ട്. ഒരുപാട് ഫേമസ് സ്ഥലങ്ങളുള്ള ഒരു റൂട്ട് കൂടിയാണ് കേട്ടോ. നമ്മുടെ വലതുവശത്ത് കാണുന്നതാണ് തുംകൂർ മൊഴി ഡാം. ഇവിടെയാണ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റുള്ള തുംകൂർ മൊഴിയും എറണാകുളം ഡിസ്ട്രിക്റ്റുള്ള ഏഴാറ്റുമുഖത്തെയും കണക്ട് ചെയ്യുന്ന തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. ഈ ഇടവശത്ത് കാണുന്നതാണ് സിൽവർ സ്റ്റോമും സ്നോ പാർക്കും. അതുപോലെ തന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് വിട്ലപ്പാറ ബ്രിഡ്ജ്. അങ്ങനെ നമ്മൾ കേരള വനവകുപ്പിന്റെ കീഴിലുള്ള വാഴച്ചാൽ ഡിവിഷനിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതാണ് കണ്ണൻകുഴി പാലം. അവിടെ തുടർന്ന് നമ്മളങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പ്ലാന്റേഷൻ കോർപ്പറേഷന് കീഴിലുള്ള പാം എസ്റ്റേറ്റുകൾ നമുക്ക് കിലോമീറ്ററുകളോളം കാണാവുന്നതാണ്. ഈ പാം എസ്റ്റേറ്റുകളുടെ വശങ്ങളിലായിട്ട് നമ്മൾ പോകുന്ന അതിരപ്പള്ളി വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്ന ചാലക്കുടി റിവർ നമുക്ക് അവിടെ മുതൽ കണ്ടു തുടങ്ങുന്നതാണ്. ഈ പാം എസ്റ്റേറ്റുകളുടെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ആനകളുടെ സ്ഥിര സാന്നിധ്യമുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ. ആനകളുടെ ഒരു ഇഷ്ട ഭക്ഷണം കൂടിയാണ് ഈ പാം എന്നുള്ളതുകൊണ്ട് പുഴ കടന്ന് ഒരുപാട് ആനകൾ ഇവിടെ വരുന്നതും ഈ പനകളെ മറച്ചിടുന്നതും അവരെ നമുക്ക് കാണാൻ വരുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിന് അവിടെ എത്തിയിരിക്കുകയാണ്. രാവിലെ 8 മണി മുതലാണ് ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റുകൾ കൊടുത്തു തുടങ്ങുന്നത്. അതുകൊണ്ട് നേരത്തെ വന്നവർ അവിടെ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ ഇവിടെ UPI ട്രാൻസാക്ഷൻ, ബാങ്ക് ട്രാൻസാക്ഷൻ ആണ് ടിക്കറ്റുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ അവർ പറയുന്നുണ്ട്. ക്യാഷ് അവർ മേടിക്കുമെന്നുള്ളതിന് ഇപ്പോൾ എനിക്ക് വലിയ ധാരണയില്ല, ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റുകൾ. എനിക്ക് ഏകദേശം 60 ഒരാൾക്കുള്ള ടിക്കറ്റും പിന്നെ 40 വെഹിക്കിളിനുള്ള ചാർജുമാണ്. മൊത്തം 100 ആയിട്ടുള്ളൂ കേട്ടോ. അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് വ്യൂ പോയിന്റ് നമുക്ക് കാണാവുന്നതാണ് കേട്ടോ.
പ്രായമുള്ളവർക്ക് അതിരപ്പള്ളിയിലേക്ക് ഇറങ്ങി പോകാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് അതിഗംഭീരമായിട്ട് നമുക്ക് വാട്ടർഫോൾ കാണാവുന്നതാണ് കേട്ടോ. വ്യൂ പോയിന്റിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് അതിരപ്പള്ളി വാട്ടർഫോളിന്റെ മെയിൻ എൻട്രൻസിലേക്ക് നമ്മൾ എത്തുന്നത്. ഇവിടെ കാർ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് സ്വന്തം വാഹനത്തിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൈവറ്റ് ബസ്സും KSRT സർവീസും നടത്തുന്നുണ്ട് കേട്ടോ. അതും മെയിൻ എൻട്രൻസ് വരെ എത്തുന്ന രീതിയിൽ. ഈ കാണുന്നതാണ് കേട്ടോ അതിരപ്പള്ളി വാട്ടർഫോളിന്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇത് ബാംബു മുളയിൽ കൊണ്ട് തീർത്തിരിക്കുന്നതാണ് കേട്ടോ. ഇൻ കേസ് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് കുപ്പികളോ മറ്റോ ഉണ്ടെങ്കിൽ ഇവിടെ കാണിച്ച് ഒരു സ്റ്റിക്കർ പതിപ്പിക്കാനായിട്ട് അതിനൊരു ചെറിയൊരു ഫീ അവർ ഈടാക്കുന്നതാണ്. അത് നിങ്ങൾ തിരിച്ച് ഈ ബോട്ടിൽ ആ സ്റ്റിക്കറോട് കൂടി നിങ്ങൾ കൊണ്ട് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ കാണുന്ന എല്ലാ തരം ബോർഡുകളും നിങ്ങൾ കൃത്യമായിട്ട് അത് വായിച്ച് അതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ എൻട്രൻസ് മുതൽ നമുക്ക് ഇതുപോലെ മൂളയിൽ തീർത്തുള്ള വേലിയും സ്റ്റോൺ പതിപ്പിച്ച നടപ്പാതകളും നമുക്ക് കാണാവുന്നതാണ്. നടന്ന് കയറി വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാവും. ഇനി കുറച്ചുകൂടി ലക്ഷറി ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ഹട്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വാട്ടർഫോളിൻ്റെ ടോപ്പ് വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ്, ഇൻ കേസ് നിങ്ങൾ വരുന്നത് ഒരു ഫോട്ടോയോ വീഡിയോ നിങ്ങൾ മാത്രം ഉൾക്കൊണ്ടുള്ള ഒരു ഫ്രെയിമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കഴിവതും ടിക്കറ്റൊക്കെ കൊടുക്കുന്ന ഒരു ഏർലി മോർണിംഗ് സമയത്ത് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഫ്രെയിംസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അല്ല നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ വരുന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം ഫേമസ് ആയതുകൊണ്ട് കുറച്ചധികം ക്രൗഡ് നിങ്ങൾ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ ഒരു പേഴ്സണലായിട്ടുള്ള ഫോട്ടോസുകളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി അതിരപ്പള്ളി വാട്ടർഫോളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സിലെ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ, പെരിങ്ങൽക്കുത്ത്, ഷോള ഡാം ഇതെല്ലാം കടന്ന് 145 കിലോമീറ്ററോളം വരുന്ന ചാലക്കുടി പുഴയിലേക്ക് വന്ന് അവിടെ നിന്ന് അറബിക്കടലിലേക്ക് പതിക്കുകയാണ് ചെയ്തത്. ഇതിനിടയിൽ ചാലക്കുടിയിൽ വെച്ചാണ് അതിരപ്പള്ളി വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ഏറ്റവും ലോങ്സ്റ്റ് വാട്ടർഫോൾ ആയത് ഏകദേശം 81.5 ഫീറ്റ് ഉയരത്തിൽ നിന്നാണ് ഇതിൻ്റെ വാട്ടർഫോൾസ്. ഇൻ കേസ് നിങ്ങൾ വരുന്നത് മൺസൂൺ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഴയെല്ലാം പെയ്ത് ഇവിടെ കുറച്ച് തെന്നലിനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളെ തന്നെ ശ്രദ്ധിക്കണം. അതുകൂടാതെ കൈവേലികളൊക്കെ മുള കൊണ്ട് തീർത്തതായിരിക്കും. സേഫ്റ്റി ഇറ്റ്സ് അവർ ഓൺ റെസ്പോൺസിബിലിറ്റി. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുത്തെ ഒരു സൗണ്ടും ഈ ഒരു ആംബിയൻസും നിങ്ങളൊന്ന് ഫീൽ ചെയ്ത് നോക്കുക.
നിങ്ങൾ വീഡിയോയിൽ ഈ ഒരു വാച്ച് ഹട്ട് സെഡ്ജ് ഉണ്ടാവുമല്ലോ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് 2018 പ്രളയത്തിൽ പോലും പൊളിഞ്ഞു പോകാതെ നിലനിന്ന ഒരു സംഭവമാണ്. അപ്പം ഇതാണ് ഇതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ താഴോട്ട് പോകാനുള്ള വഴിയുണ്ട് കേട്ടോ. അവിടെ നിന്ന് താഴെ നിന്ന് ഈ വാട്ടർഫോൾ താഴെ പതിക്കുന്ന ആ സ്ഥലം മുതൽ നമുക്കിത് വാട്ടർഫോൾ കാണാവുന്നതാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. താഴോട്ട് ഇറങ്ങുമ്പോൾ അത്യാവശ്യം പ്രായമുള്ളവരും കുട്ടികളും നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം താഴോട്ട് പോകുന്നത് കുറച്ചൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് നടക്കാനോ പോകാനോ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു വിസിറ്റ്. നിങ്ങൾ തീർച്ചയായിട്ടും താഴോട്ട് പോകണം കേട്ടോ. അവിടെ നിന്ന് നിങ്ങൾക്ക് കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് അതിഗംഭീരമായി. താഴോട്ടുള്ള വഴികൾ ഇതുപോലെ സ്റ്റോണെല്ലാം പതിപ്പിച്ച സ്റ്റെപ്പോട് കൂടിയുള്ളതും വശങ്ങളിലെല്ലാം മുള കൊണ്ട് തീർത്തുള്ള കൈവരികളും ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ താഴോട്ട് ഇറങ്ങുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ മൊബൈലുകളൊക്കെ നനയാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്ലാസ്റ്റിക് സിപ്പ് കവറുകൾ നിങ്ങൾ തീർച്ചയായിട്ടും കരുതുക. പിന്നെ അതുകൂടാതെ തന്നെ അവിടെ നല്ലപോലെ വെള്ളം നിങ്ങളുടെ മേത്ത് വീഴാൻ സാധ്യതയുള്ളത് കൊണ്ട് എക്സ്ട്രാ ഡ്രസ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കരുതാവുന്നതാണ്. ഇനി അങ്ങോട്ട് ഞാൻ തൽക്കാലം എൻ്റെ ഈ വോയിസ് ഒക്കെ നിർത്തി നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല. നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ തന്നെ കണ്ട് ഒന്ന് ആസ്വദിച്ച് നോക്കുക. ഇതിപ്പോൾ ഞാൻ പോകുന്നതിന് പകരം നിങ്ങളാണ് ഇത് നടന്നു പോകുന്നതെന്ന് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീല് നിങ്ങൾക്കത് കിട്ടും. നിങ്ങൾക്ക് ആ സൗണ്ടൊക്കെ ഇപ്പോൾ മുതൽ കുറച്ചും കൂടി താഴോട്ട് ഇറങ്ങുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അതെല്ലാം കേട്ട് ആസ്വദിച്ച് ഞാൻ ഇനി തൽക്കാലം നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല കേട്ടോ.
അടിപൊളി. നമ്മുടെ ഒരു ആവേശം കാണിച്ചോ, മലയാളികളുടെ ആവേശം കേട്ടോ. ഓക്കെ 1 2 ഓക്കെ. ഓക്കെ അപ്പോൾ നമുക്ക് തിരിച്ചിനി മുകളിലേക്ക് കിടന്നു നോക്കാം. ഒരു രക്ഷയില്ലാടോ, അടിപൊളി വൈബാണ്. ഇറങ്ങാനൊക്കെ ഇച്ചിരി പാടുണ്ടെന്നേ ഉള്ളൂ. ഒന്ന് ഇറങ്ങാൻ പറ്റി, അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഓസം എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. ചെങ്ങന്മാരൊക്കെ വന്ന് ഭയങ്കരമായിട്ട് അടിച്ച് പൊളിച്ച് പോയിട്ടുണ്ട്. ഓക്കെ, കയറി വരാൻ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ, എന്നാലും അടിപൊളിയാണ്. വാട്ടർ ലെവലിൽ ഒരു രക്ഷയില്ല കേട്ടോ, വാട്ടർഫോള് ഒരു രക്ഷയില്ല. അങ്ങനെ തിരിച്ചൊക്കെ കയറി വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ആളുകളൊക്കെ വന്ന് ക്രൗഡുകളൊക്കെ ആയി തുടങ്ങി കേട്ടോ. പിന്നെ ഈ മേളിൽ വന്നിടത്ത് തന്നെ നമുക്ക് ടീ സ്റ്റാളുകളും അതുപോലെ സ്നാക്സ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഡ്രിങ്കിങ് വാട്ടർ, ബേബി ഫീഡിംഗ് റൂം, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് അവിടെ ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ഇന്നത്തെ ഫീൽ എന്ന് പറഞ്ഞാൽ ഇന്ന് പൊതുവേ മഴ അത്യാവശ്യം നല്ല കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ആളുകളുടെ വരവ് നല്ലതും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം രാവിലെ തന്നെ വരികയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വലിയ തിരക്കില്ലാണ്ട് നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇന്നത്തെ വാട്ടർ ലെവൽ ഒരു രക്ഷയില്ല. വാട്ടർഫോൾ സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു തന്നെ. ശരിക്കും പറഞ്ഞാൽ നല്ല ഇഷ്ടത്തിലൊക്കെ അടിച്ചത് നിങ്ങൾ എന്ത് പറയുന്നത് എനിക്കല്ല. നമ്മൾ മേത്തൊക്കെ അടിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അത് കുളിച്ച് വന്നൊരു ഫീലാണ്. നോക്കിയാൽ കാണാൻ മനസ്സിലാവും. ഒരു രക്ഷയില്ല, അടിപൊളി. പിന്നെ നമ്മളിപ്പോൾ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമും യൂട്യൂബൊക്കെ ആയിട്ട് കൂടുതൽ അറിഞ്ഞിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ളവരൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അവരൊക്കെ ബൈക്ക് ഇതിപ്പോൾ ഇവിടുന്ന് മാത്രമല്ല, അതിരപ്പള്ളി വഴി വാൽപ്പാറയ്ക്ക് പോകാനുള്ളവരും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ പേര് വരുന്നുണ്ട്. അപ്പം ഈ നമ്മൾ മോർണിംഗ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല. കുറച്ചും കൂടി തിരക്കായി വന്നു തുടങ്ങും. ഞങ്ങൾ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പം ഇങ്ങനെ തിരിച്ചു പോകണം. അടിപൊളി.